വന്നിട്ടുള്ള സ്പ്ലാഷ് കാർണിവലിലേക്കാട്ടോ. നമ്മളെ പെരിന്തൽമണ്ണ നടക്കുന്ന എല്ലാ പ്രാവശ്യവും കാർണിവലിനും എക്സ്പോനൊക്കെ വന്നുകൊണ്ട് തന്നെ ഇപ്രാവശ്യം വരണ്ടാന്ന് കരുതിയതാണ്. പക്ഷേ വന്നു. ആൻഡ് ആദ്യം തന്നെ ഉണ്ടായിരുന്നത് അവിടെ ഒരു ലേസറാണ്. കണ്ട എന്തോ വലിയ സംഭവമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒരു ലൈറ്റാണ്. അത് കഴിഞ്ഞ് നമ്മൾ സ്വന്തം ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടം ഇതാണല്ലോ ഈ ഒരു എക്സ്പോൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് എല്ലാവരും പറയുന്നത്. എല്ലാവരും ഇറങ്ങിയപ്പോൾ ഞാനും ഒന്ന് കാലിടാന്ന് കരുതി ഗൈസ്. ആൻഡ് പിന്നെ എനിക്ക് എന്തോ പോലെ തോന്നി, ഞാൻ അതുപോലെ തന്നെ വന്നു. ആൻഡ് അത് തന്നെ എല്ലാ പ്രാവശ്യം പോലെ കുറേ ഫോട്ടോ എടുക്കാനുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് വേണ്ടവർക്ക് ഫോട്ടോ എടുക്കാൻ, അല്ലാത്തവർക്ക് അത് കണ്ടുപോകാം. ആൻഡ് നടുവിൽ തന്നെ ഒരു കാറ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു അക്വേറിയമാണ് ഗൈസ്. കുറേ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കുട്ടികളുടെ കണ്ണ് തള്ളിക്കുന്ന ഓരോ കടകളുണ്ടായിരുന്നു. എനിക്ക് പണ്ട് അവിടുത്തെ എല്ലാ സ്ഥലങ്ങളും വാങ്ങിയിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല ഗൈസ്. എല്ലാതും വാങ്ങിയത് കൊണ്ടും കണ്ടത് കൊണ്ടും ഒക്കെ മടുത്ത് ഗൈസ്. അതിന് പിന്നെ അത് കഴിഞ്ഞത് VR ഉണ്ടായിരുന്നു. VR ഞാൻ ഓൾറെഡി കയറിയോണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് കയറിയില്ല. ഞാൻ അത് കഴിഞ്ഞാൽ ഫുഡ് സ്പോട്ടാണ് വരുന്നത്. ഫുഡ് ഞാൻ ലാസ്റ്റ് കഴിക്കാൻ നാട്ടോ കരുതിയത്. അതിനുശേഷം നമ്മൾ റൈഡിൻ്റെ സെക്ഷനിലേക്ക് പോയി. എത്ര കയറണ്ട എന്ന് കരുതി വന്നാൽ നമ്മളെ കയറാൻ വേണ്ടി തുറപ്പിക്കുന്ന ഓരോ ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഒന്നിലും കയറുന്നില്ല എന്ന് പറഞ്ഞ് വന്നതാണ് ഗൈസ്. ഓരോന്നും കണ്ടപ്പോൾ എനിക്ക് ഒക്കെയിൽ കയറണം, ഗോസ്റ്റ് ഹൗസിൽ കയറണം, അങ്ങനെ കുറേ സംഭവത്തിൽ കയറണം എന്നായി. കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ജാനുവരി ഉണ്ടായിരുന്നു, ഗോസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു, ട്രെയിൻ ഉണ്ടായിരുന്നു, 60DD ഉണ്ടായിരുന്നു, പിന്നെ ബോട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. വേണ്ടവർക്ക് വേണ്ട രീതിയിൽ. പിന്നെ എത്ര കളിച്ചാലും ജയിക്കാത്ത കുറേ ഗെയിംസ് ഉണ്ട്. ആൻഡ് ഇതിൽ കയറണം എന്നാണ് എൻ്റെ ആഗ്രഹം. കയറിയോ അല്ലേ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ.